ഗൈസ്, ഞാൻ ഇന്നലെ ബറോസ് ട്രെയിലർ കണ്ടിരുന്നപ്പോൾ ആലോചിച്ച് അതൊരു വെർച്വൽ 3D ട്രെയിലറായിരുന്നു. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അതിനൊരു ഏകദേശം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഏകദേശം എനിക്കൊരു സംഭവം മനസ്സിലായിട്ടുണ്ട്. ആ 3D ട്രെയിലറിൻ്റെ ഒരു ഹാഫ് കട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അത്രയും പെർഫെക്ഷൻ ഉണ്ടാവില്ലെങ്കിലും അപ്പോൾ ഏകദേശം നമ്മൾ അതുപോലത്തെ തന്നെ ട്രെയിലർ സെറ്റ് ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ ശരിയാവുമെന്നറിയില്ല. ഏകദേശം അതുപോലത്തെ ഒരു വെർച്വൽ 3D ഗ്ലാസ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെർച്വൽ 3D ആയിട്ട് നിങ്ങൾക്ക് ആ ട്രെയിലർ കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ നമ്മുടെ വെർച്വൽ 3D ട്രെയിലർ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ സ്ഥലം തന്നെ അല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം വേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വെയിൽ കുറവുള്ള ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലം ഞാനിപ്പോൾ എടുത്തേക്കാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. കുറച്ച് അകലേന്ന് ഇങ്ങനെ നടന്നു വരാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം ഞാൻ നോക്കിയെടുത്തതാണ്. പിന്നെ നമുക്ക് ഒരു ഫോൺ അല്ലെങ്കിൽ ക്യാമറ നല്ല ക്ലിയറുള്ള ഫോണൊക്കെ ഉണ്ടെങ്കിൽ, ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഷൂട്ട് ചെയ്യാം. ഫോണിൽ ഷൂട്ട് ചെയ്യാൻ കുഴപ്പമില്ല, കുറച്ച് ക്ലാരിറ്റി കുറയും. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു സ്റ്റാൻഡ് ട്രൈപ്പോഡാണ് വേണ്ടത്. അപ്പോൾ ഇത്ര ഹൈറ്റിൽ പൊക്കി വയ്ക്കാൻ ഏകദേശം നമ്മുടെ ഇതൊരു ഹൈറ്റിൽ ഇപ്പോൾ ട്രൈപ്പോഡ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപ്പോഡ് അത്രയും വലിയതില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ വേറൊരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്ത് നമ്മുടെ ട്രൈപ്പോഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ് ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ്. ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ ഗോപ്രോയുടെ കവറാണ്, സിലിക്കോൺ കേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ മൗണ്ട്. ഇവിടെ വെച്ചാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണേ. അവിടേക്ക് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റിന് വരുന്ന സ്ട്രാപ്പായിരുന്നു മറ്റേ ഗോപ്രോയുടെ മൗണ്ട്. അപ്പോൾ ഇതുമ്മ വെച്ചിട്ട് നമ്മൾ അവിടേക്ക് ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ നടന്നു വരുന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കും. എന്നിട്ട് അത് വെച്ചാണ് നമ്മളിനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് എഡിറ്റിങ്ങിലേട്ടാണ് പോകേണ്ടത്. അപ്പോൾ ശരിക്കും ഈ വീഡിയോ കറക്റ്റായിട്ട് എടുക്കണം. അധികം വേറെ ആൾക്കാരൊന്നും സൈഡിലില്ലാത്ത രീതിയിൽ എടുക്കണം. കാരണം ഇത് നമ്മൾ ആ സിനിമയിൽ അവർ ചെയ്തത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് എഡിറ്റിങ്, മാസ്കിങ്, പിന്നെ ഇതൊക്കെ ആനിമേഷനും സംഭവങ്ങളൊക്കെ ആഫ്റ്റർ എഫക്ട്സൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ ഇപ്പോൾ ഉള്ള സ്പെസിഫിക്കേഷനുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഈ നടന്നു വരുന്നൊരു വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്കിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതെങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ നേരെ കമ്പ്യൂട്ടറിലേക്ക് പോവാണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രീമിയർ ഉപയോഗിക്കാം, ഫൈനൽ കട്ട്. നിങ്ങൾക്ക് എഡിറ്റിങ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഫോണിലും എല്ലാത്തിലും നമുക്കിതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇട്ടാലോ. ഇന്ന് December 25. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഇന്നാണ് നമ്മുടെ ബറോസ് സിനിമ റിലീസ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ ആ സിനിമയിലും ഉപയോഗിച്ചാണ് ഈ എഫക്റ്റ് 3Dയുടെ ഈ സംഭവം തന്നെയാണ്. അപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി നമ്മളുടെ എഡിറ്റിംഗ് ടൈമാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോയുടെ ക്ലിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പതിയെ ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഷൂട്ട് ചെയ്ത ക്ലിപ്പ്. അപ്പോൾ കണ്ട സാധാ ഞാൻ വെറുതെ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇതേ നോക്കിക്കോ, വെറുതെ സാധാ വീഡിയോ എടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് ഇതുപോലെയൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കിതിപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിനി ക്യാപ് കട്ട് തന്നെ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഷോട്ട് വെച്ചൊക്കെ വേണമെങ്കിലും ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു എഡിറ്റിങ്ങിൻ്റെ ചെറിയൊരു സംഭവം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്യാപ് കട്ട് എടുത്തിട്ട് നമുക്കതിനകത്ത് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്തിടാം. അപ്പോൾ ഇതേ വീഡിയോ നമ്മുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് ക്യാപ് കട്ട് എടുത്തു. അതിനകത്ത് ഈ വീഡിയോ നമുക്ക് വലിച്ച് ടൈം ലൈനിലേക്ക് ഇടണം. അപ്പോൾ ടൈം ലൈനിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ വീഡിയോ ഒന്ന് ഞെക്കി കഴിയുമ്പോൾ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സൈഡിലായിട്ട് കാണാം. അതും ഞെക്കാം. എന്നിട്ട് ഓട്ടോ റിമൂവലുണ്ടാവും, അതും ഞെക്കാം. അപ്പോൾ ഇത് കുറച്ച് പ്രോസസ്സിങ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട് ക്യാപ് കട്ടിൽ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ഇറേസായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പം മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെയിം വീഡിയോ തന്നെ എടുത്തിട്ട് ഈ വീഡിയോ സെക്കൻഡ് ലെയറിലേക്ക് ഇടാം. അതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഒറിജിനൽ വീഡിയോ ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ
അപ്പോൾ അടിയിൽ നമ്മുടെ ഒറിജിനൽ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ, മുകളിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താണ് വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം അടിയിലായിട്ടുള്ള നമ്മൾ സാധാ ഒറിജിനൽ വീഡിയോ ഇടുക. എന്നിട്ട് അതിൻ്റെ ക്രോപ്പ് ചെയ്യാം. അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും കുറച്ച് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം അടിക്കാം. അപ്പോൾ അതേ ക്രോപ്പായിട്ടുണ്ട്. അതേ ക്രോപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു മഴയുണ്ട്, അതിനതുകൊണ്ട് ശബ്ദം കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണും ഏകദേശം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വല്ല അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ബേസിക്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പൊസിഷൻ. മഴയുണ്ട്, അതുകൊണ്ട് ശബ്ദം കറക്റ്റാണോ അറിയില്ല. അപ്പോൾ അതേ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പൊസിഷൻ്റെ ഒരു വ്യത്യാസം. കണ്ട, എൻ്റെ ഒരു തലയുടെ ഭാഗം ഇങ്ങനെ കയറി നിൽക്കണത് നമുക്കൊന്ന് പതിയെ അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ. ഏകദേശം കറക്റ്റായിട്ടുണ്ട്. കണ്ട, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. കണ്ട, മുകളിലും അടിയിലും എൻ്റെ തല കറക്റ്റായിട്ട് ശരിക്കും ആ സിനിമയിൽ ട്രെയിലറിലുള്ള പോലെ തന്നെ വെർച്വൽ 3D ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതന്നെ നമ്മൾ പ്രീമിയർ പ്രോ വെച്ച് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രീമിയർ പ്രോ വെച്ച് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതെടുത്തിട്ട് സേവ് ചെയ്യാം. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു ബ്ലൂ സ്ക്രീനിൻ്റെ ഒരു ക്ലിപ്പ് വേണമെന്ന് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് മാച്ചുകളയ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്തിട്ട് ഔട്ട് കൊടുത്തൊരു വീഡിയോയുടെ ക്ലിപ്പാണിത്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ഗ്രീൻ കളറ് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നുള്ളത് ഞാൻ അഡോബി പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഞാൻ നടന്നു വരുമ്പോൾ എന്നെ മാത്രം ബാക്കിയൊക്കെ ഗ്രീൻ സ്ക്രീനായി കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോനെ നമുക്ക് അഡോബി പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കാം. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ് കട്ടിന് പകരം ഒരു നല്ല സിസ്റ്റമുള്ള ആണെങ്കിൽ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു സൈഡിലൊക്കെ ചില വീഡിയോയുടെ ക്ലിപ്പ് ഇങ്ങനെ കറക്റ്റ് അല്ലാണ്ട് ഈ സൈഡിലൊക്കെ കണ്ടാൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഷെയ്ഡുകളൊക്കെ വന്നതുണ്ട്, കാലൊക്കെ കട്ടായി പോണത്. അപ്പോൾ അതില്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡോബിയുടെ തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഈ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാപ് കട്ടിലിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ മറ്റേ ക്യാപ് കട്ടിൽ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത വീഡിയോ എടുത്തതേ നമ്മുടെ ഈ മീഡിയ ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മുടെ മീഡിയ ബോക്സിൽ വന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ. ഇനി ആ വീഡിയോയുടെ തന്നെ സെയിം എഡിറ്റ് ചെയ്യാത്ത കോപ്പി, ആ കോപ്പി ഒറിജിനൽ വീഡിയോ കോപ്പിയും നമ്മുടെ പ്രീമിയർ പ്രോയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് വീഡിയോ നമുക്കിവിടെ കാണാം. രണ്ടും സെയിം ലെങ്ത്താണ്, പക്ഷേ വീഡിയോയിൽ ഗ്രീൻ സ്ക്രീൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നെ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ടൈം ലൈനിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ഇത് കുറച്ചും എഡിറ്റിംഗ് അറിയണവർക്കാണെങ്കിൽ പെട്ടെന്ന് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈം ലൈനിൽ നമ്മുടെ വീഡിയോയുടെ ക്ലിപ്പ് കിടക്കണത് കാണാൻ പറ്റും. അപ്പോൾ ടൈം ലൈനിൽ നമ്മുടെ ക്ലിപ്പ് കിടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ചെയ്ത നമ്മൾ ക്യാപ് കട്ടിൽ നിന്ന് നമ്മളെ കട്ട് ചെയ്തെടുത്തൊരു ഗ്രീൻ സ്ക്രീൻ ചെയ്ത് നമ്മുടെ ക്ലിപ്പ് ഇത് ഇവിടെ കിടക്കണത് കാണാൻ പറ്റും. അതെടുത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ട ഒറിജിനൽ വീഡിയോയുടെ മുകളിലുള്ള ടൈം ലൈനിലേക്ക് നമുക്ക് വലിച്ചിടാം. ഇത് ഇങ്ങനെ എടുത്തത് ഇവിടെ കൊണ്ട് നൈസായിട്ട് ഇടാം. എന്നിട്ട് വേണമെങ്കിൽ അടിയിലത്തെ ഈ സൗണ്ടിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളയണമെങ്കിൽ ഈ ബട്ടൺ ഉണ്ടല്ലോ ലിങ്ക്ഡ് സെലക്ഷൻ, അത് ഞെക്കിയതിന് ശേഷം നിങ്ങൾ ആ വോയിസിൻ്റെ ഓഡിയോയുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഡിലീറ്റ് ചെയ്യാം. അതിന് ശേഷം ഈ സംഭവം ഓണാക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ശബ്ദം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സെയിം വീഡിയോയുടെ സൗണ്ട് തന്നെ ആയിരിക്കും വരാം. അപ്പോൾ നമ്മൾ
ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ എടുത്തിട്ട് കാണാനും നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഈ എഡിറ്റ് ചെയ്ത വീഡിയോ തന്നെയായിരിക്കും ഗ്രീൻ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അത് കളയാനായിട്ട് നിങ്ങളിത് ഇവിടെ ഈ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ടാവും. ഈ സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഫക്ട്സ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഈ വർക്ക് സ്റ്റേഷനിൽ കുറച്ച് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നും എടുക്കാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പാനലിൽ എഫക്ട്സിൽ എടുക്കാൻ പറ്റും. ഈ എഫക്ട്സ് എടുത്തതിന് ശേഷം ഇതിനകത്ത് നിങ്ങൾ അൾട്രാ കീ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. അൾട്രാ കീ എന്ന് വേണ്ട, ഈ എഫക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ മീതേക്ക് ഇടാം. ഇതേ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് കൺട്രോൾ ഇവിടെ കാണാൻ പറ്റും. ഈ മുകളിലായിട്ട് ഇവിടെ ഒരു എഫക്റ്റ് കൺട്രോൾ കാണാൻ പറ്റും. കണ്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കി എഫക്റ്റ് കൺട്രോൾ കാണാൻ പറ്റും. നിങ്ങൾ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ക്ലിപ്പ് മഞ്ഞൊക്കെ ഇവിടെ എഫക്റ്റ് കൺട്രോൾ കിട്ടും. അതിനകത്ത് ഏറ്റവും അടിയിലോട്ട് പോവാം. അപ്പോൾ അത് ഇവിടെ അൾട്രാക്കിയുടെ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഈ കീ കളർന്നുണ്ടാവും. അപ്പോൾ ഇതിവിടെ ഒരു ചെറിയൊരു മഷിയുടെ പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഈ ഇത് മഞ്ഞക്കാം ഇതേ നമ്മുടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒരു കേഴ്സർ മാറിയിട്ട് അതുമൊരു ഈ ഒരു മറ്റേ ഇങ്ക് എടുക്കുന്ന സംഭവമില്ല, അതിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ മതി തൊടാം. ബാക്ക്ഗ്രൗണ്ട് മാഞ്ഞു പോയി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലൂ കളർ പോയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഗ്രീൻ മുഖത്തൊക്കെ പച്ച കളറ് പോയിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റ് നോക്കാം. നമ്മൾ ആ വീഡിയോ സെയിം അതുപോലെ തന്നെയല്ലേ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ സെയിം വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ആ സെയിം വീഡിയോ തന്നെയാണ് കണ്ട. ലാസ്റ്റ് നോക്കിയാലും ആ സെയിം വീഡിയോ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഗ്രീൻ സ്ക്രീൻ ബാക്കിൽ മാഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ എഡിറ്റ് ചെയ്യാത്ത ക്ലിപ്പ്, ആ ക്ലിപ്പ് ഇത് ഇവിടെ അടിയിലായിട്ട് കിടക്കാൻ കാണാൻ പറ്റും. ഈ ക്ലിപ്പും കൂടി എടുക്കാം. ഒറിജിനൽ ക്ലിപ്പ് എഡിറ്റ് ചെയ്യാത്തത് ആ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ അടിയിലോട്ട് ഇവിടെ വന്നിട്ട് എഫക്റ്റിലോട്ട് പോവാം. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്രോപ്പ് വലിച്ച് നമ്മുടെ ഒറിജിനൽ ക്ലിപ്പിലേക്ക് ഇടാം. ഗ്രീൻ സ്ക്രീനിൻ്റെ ക്ലിപ്പല്ല, ഒറിജിനലിലേക്ക്. അതിട്ടതിന് ശേഷം ആ ഒറിജിനൽ ക്ലിപ്പുമ്മേ നമ്മൾ ഞെക്കിയതിന് ശേഷം ഇവിടെ എഫക്റ്റ് കൺട്രോൾ ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലെത്തും വീണ്ടും അടിയിലോട്ട് പോകുമ്പോൾ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടി വന്നിട്ടുണ്ട് എഫക്റ്റ്. അപ്പോൾ ആ ക്രോപ്പിൽ നമുക്ക് ഇപ്പോൾ ടോപ്പും ബോട്ടവും മാത്രം നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിവിടെയായിട്ട് ഈ ഒരു സംഭവം കണ്ട ഇതിങ്ങനെ പതിയെ നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിലത്തെ കുറച്ച് ഭാഗം ക്രോപ്പ് ആവണ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ അടിയിലുള്ള ബോട്ടത്തിലും കൂടി നമ്മൾ ക്രോപ്പ് ചെയ്ത് കളയുക കണ്ട. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ചെയ്യുക കണ്ട. എന്തോരം കട്ട് ചെയ്യണം ക്രോപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ഇത്രയും വെച്ചാലും മതിയാവും. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ നീക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ട. കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലും അടിയിലും ഒരേ ലെങ്ത് തന്നെ ഇതിവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ട് ഇപ്പോൾ മുകളിലും അടിയിലും ഏകദേശം ഒരേ ലെങ്ത് തന്നെ ഈ ഇതിൻ്റെ ബ്ലാക്ക് കളർ ഏകദേശം ഒരേ അളവിൽ തന്നെ വന്നിട്ടുണ്ട് കണ്ട. ഇതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൺട്രോൾ എം ഞെക്കുക, അല്ലെങ്കിൽ ഫയൽസിൽ പോയിട്ട് ഇവിടെ എക്സ്പോർട്ട് ഉണ്ടാവും. ഇത് മീഡിയ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് കണ്ട. അപ്പോൾ ഈ മുകളിലും അടിയിലും ബ്ലാക്ക് കളർ വരുമ്പോൾ നമ്മുടെ നമ്മളെ ഉള്ളിലുള്ള ആൾ കുറച്ചും കൂടി പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു 3D എഫക്റ്റ് കിട്ടും. ഒരു വെർച്വൽ 3D തന്നെയാണ് അവർ പറയുന്നത്. അതിനുശേഷം ഇവിടെ നമ്മുടെ വേണ്ട റെസൊല്യൂഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുപോകാം. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബറോസ് സിനിമയുടെ ട്രെയിലറിൽ കണ്ട പോലെ വെർച്വൽ 3D
ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്നെ 3Dയിൽ ഇപ്പോൾ മുകളിലൊരു ബ്ലാക്ക് ലൈനും അടിയിലൊരു ബ്ലാക്ക് ലൈനും ഉണ്ടാവും. അതിൻ്റെ പുറത്തു കൂടെ എൻ്റെ തലയും കാലും പുറത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. കണ്ട ഗൈസ്, അപ്പോൾ ഇതാണ് വെർച്വൽ 3D. അവർ ആ സിനിമയിൽ ഇങ്ങനത്തെ തന്നെ സിനിമയാണോ എന്ന് എനിക്കറിയില്ല, 3D മറ്റേ ഗ്ലാസ് വെച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഈ 3Dയിലാണ് ആ ട്രെയിലർ ഇറങ്ങിയാണ്. അപ്പോൾ ഏകദേശം അതുപോലെ നമ്മൾ ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഇത് ഞാൻ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, 3D ആയിട്ട് അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടോ, അടുത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് ഗായ്സ്, ബായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.